أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال رسول الله صلى الله عليه وسلم: ليس منا من دعا إلى عصبية وليس منا من قاتل على عصبية وليس منا من مات على عصبية. صدق رسول الله. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാരും സുഹൃത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആധികാരിക മതപണ്ഡിത സംഘടനയായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പ്രസ്താവിക്കേണ്ടതും അതിൻ്റെ നയങ്ങളും ആശയങ്ങളും പറയേണ്ടതും ആ മഹത്തായ സംഘടനയായതുകൊണ്ട് തന്നെ ആ സംഘടനയെ കേരള മുസ്ലിംകൾ, അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കുന്ന മറ്റിതര സ്റ്റേറ്റുകളിലെയും രാഷ്ട്രത്തിലെയും മുസ്ലിംകൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ മുസ്ലിം യുവാക്കളെ ഉത്ബോധിപ്പിക്കാനും തെറ്റിദ്ധാരണയിൽ കുടുങ്ങിപ്പോയ മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ ഉണ്ടെങ്കിൽ സന്മനസ്സോടെ അവരുടെ ധാരണകൾ തിരുത്താൻ ആവശ്യമായൊരു നടപടി എന്ന നിലക്ക് സംഘടിപ്പിച്ചതാണ് ഈ പരിപാടി. അതുകൊണ്ട് തന്നെ അതിൻ്റെ അജയ്യനായ നേതാവ് സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് നമുക്ക് ഭീകരതയ്ക്കെതിരെ രാജ്യസ്നേഹവും സൗഹാർദ്ദവും സഹകരണവും നമ്മുടെ മനസ്സിൽ പതിയുകയും നിലനിൽക്കുകയും ചെയ്യുന്ന വിധത്തിൽ പ്രതിജ്ഞ ചൊല്ലിത്തന്നു. ആ പ്രതിജ്ഞ നമ്മളെല്ലാവരും ഏറ്റുചൊല്ലി.
അത് മരണം വരെ ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും അല്ലാഹു അവസരം നൽകുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കും. ഭീകര വാദവും ഭീകര പ്രവർത്തനങ്ങളും അത് കേൾക്കുമ്പോൾ തന്നെ അത് തെറ്റാണെന്ന് ഏത് പ്രകൃതിയും പറയും. ഭീകരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ശരിയായ മനസ്സ് അതിൽ നിന്ന് അകന്നു നിൽക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ നന്മയുടെ താക്കോല, മറ്റു ചിലർ തിന്മയുടെ താക്കോല. തൂബാ ലിമൻ കാന മിഫ്താഹൻ ലിൽ ഖൈർ, ഖൈറിന്റെ താക്കോലായി പ്രവർത്തിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ. മനുഷ്യരിൽ എപ്പോഴും സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും സമാധാനവും ആഗ്രഹിക്കുന്ന മാനസികമായ അവസ്ഥകളുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. ചുരുക്കം ചിലർ അക്രമവാസനയും അതുപോലെ റൗഡിസവും വർഗീയതയും വൈരാഗ്യവും വിദ്വേഷവും കൈമുതലാക്കി നീങ്ങുന്നവരും ഉണ്ട്. ഇതിൽ രണ്ടാമതായി പറഞ്ഞ കക്ഷികളെയും കൂടി ആദ്യം പറഞ്ഞ കക്ഷികളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് മതങ്ങളുടെ സിദ്ധാന്തം. മോശമായ ആശയങ്ങളുള്ളവരെ, ചീത്തയായ വാസനയുള്ളവരെ അതിൽ നിന്ന് തടയുക. സർവ ജീവികൾക്കും സർവ സൃഷ്ടികൾക്കും നന്മ ചെയ്യുന്നവനായി മനുഷ്യനെ വളർത്തിയെടുക്കുക, അതിനാണ് മതം. അതുകൊണ്ട് തന്നെ മതം ഏറ്റവും കൂടുതലായി വെറുക്കുന്ന ഒരാശയമാണ് ഭീകരത എന്ന് ആമുഖമായി പറയാം. നിങ്ങൾ ഓർക്കണം, പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം വിഷയങ്ങൾ തിന്മകളായി എണ്ണിയിട്ടുണ്ട്. മദ്യപാനം, പലിശ, ചൂഷണം, വഞ്ചന, കളവ്, വ്യഭിചാരം, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് തിന്മകൾ ഇസ്ലാമിലുണ്ട്. എന്നാൽ ആ തിന്മകളിൽ നിന്നെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തിന്മ പരിശുദ്ധ ഖുർആനും ഹദീസും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഭീകരതയാണ്. മദ്യപാനത്തെക്കാൾ വലിയ തെറ്റ്, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റ്. നിങ്ങൾ ഓർക്കണം, ഇസ്ലാം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ചിലപ്പോൾ പണ്ഡിതന്മാരുടെ നാവിലൂടെ വാചകം വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നൊരു തോന്നൽ വന്നു പോകണ്ട. അത് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഒരു വിഭാഗം തെറ്റിദ്ധരിക്കുന്നതിനാൽ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്ന വാചകമാണ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത്. നേരെ മറിച്ച് ഭീകരത എന്നത് പരിശുദ്ധ ഇസ്ലാമിലെ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട ഏറ്റവും വലിയ തെറ്റുകളിൽ എണ്ണപ്പെടുന്ന വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു നിരപരാധിയെ ഒരു മനുഷ്യൻ വധിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന സ്ഫോടനങ്ങൾ, അതിലൊക്കെ തെറ്റുകാരായ ആളുകളെ
കോടതിയിൽ വെച്ച് വിചാരണ ചെയ്ത് വധിക്കപ്പെടുന്നതാണോ ആ സ്ഫോടനങ്ങളിലൊക്കെ മരിക്കുന്നവർ? സ്ഫോടനങ്ങൾ, തീവ്രവാദികളുടെ സ്ഫോടനങ്ങളിലൂടെ മരിക്കുന്ന ആളുകൾ, അവരൊക്കെ തെറ്റ് ചെയ്തതായി സാക്ഷികൾ മുഖേന തെളിഞ്ഞതിന് ശേഷം കോടതിയുടെ വിധിപ്രകാരം കൊല്ലപ്പെടുന്നതാണോ അതല്ല നിരപരാധികളെ കൊല്ലുന്നതാണോ? തീവ്രവാദത്തിന്റെ വല്ല ലാഞ്ചനയും ഹൃദയത്തിൽ സംഭവിച്ചു പോയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം. ഞങ്ങൾ ഖുർആനിനോടാണ് മത്സരം നടത്തുന്നത്, ഞങ്ങൾ ഇസ്ലാമിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇസ്ലാമിനെയാണ് ഞങ്ങൾ നശിപ്പിക്കുന്നത് എന്നവർ മനസ്സിലാക്കണം. ഇസ്ലാം ആശയപരമായി തെറ്റിദ്ധരിക്കപ്പെടും, ഇസ്ലാം ആശയപരമായി ദുർബലമാക്കപ്പെടും, മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ ആരും ഇവിടെ മുതിരരുത്. നിങ്ങൾ ഓർക്കുക, നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരാൾ കൊന്നാൽ, അല്ലെങ്കിൽ കൊന്നത് ഫസാദ് മുഖേന കൊന്നതാണ്. എന്താ ഈ ഫസാദും മൻഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൊല്ലൽ തന്നെ ഒരു ഫസാദല്ലേ? അത് വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് പലപ്പോഴും വ്യക്തിപരമായി തന്നെ സംഭവിക്കുന്നതാണ്. വ്യക്തിപരമായി ഒരാൾ മറ്റൊരാളെ കൊല്ല, അക്രമമായിട്ട് കൊല്ല, അത് ആദ്യം പറഞ്ഞതിലോട്ട്. രണ്ടാമത്തത് അതല്ല, രണ്ടാമത്തത് ഭീകരപ്രവർത്തനമാണ്. ഫസാദ് എന്ന് പറഞ്ഞ ഭീകരപ്രവർത്തനം. ഈ ഭീകരപ്രവർത്തനത്തിന്റെ പേര് ജിഹാദ് എന്നല്ലോ, അതിന്റെ പേര് ഫസാദ്. അതിന് ഖുർആൻ പറഞ്ഞ പേര് ഫസാദ്, അല്ലാതെ ഭീകരപ്രവർത്തനത്തിന് ജിഹാദ് എന്ന് പേരില്ല. നിങ്ങൾ ആരോ തെറ്റിദ്ധരിച്ചോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭീകരപ്രവർത്തനമാണ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭീകരപ്രവർത്തനമല്ല. ജിഹാദ് എന്ന് പറയുന്നത് ഏത് മനുഷ്യനും അറിയാവുന്നതാണ്. ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ആ രാഷ്ട്രത്തിന്റെയും രാഷ്ട്രത്തിലെ പൗരന്മാരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള യുദ്ധ പരിപാടികൾ, ഉദാഹരണത്തിന് സൈന്യം, യുദ്ധോപകരണങ്ങൾ, അതുപോലെ തന്നെ അതിർത്തിയിലുള്ള കാവലുകൾ, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളുണ്ട്. അതാണ് ജിഹാദ്, അതാണ് ജിഹാദ്. അത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്, അതില്ലാത്തൊരു രാഷ്ട്രമില്ല. അതില്ലാത്തൊരു രാഷ്ട്രം നിലനിൽക്കാൻ കഴിയില്ല. അത് ഇന്ത്യ രാജ്യത്തിനുണ്ട്, പാകിസ്ഥാനുണ്ട്, ചൈനക്കുണ്ട്, അമേരിക്കക്കുണ്ട്, എല്ലാ രാജ്യത്തിനും ഉണ്ടാവും സൈന്യവ്യൂഹവും സൈന്യത്തെ വിന്യസിപ്പിക്കലൊക്കെ. അതാണ് യഥാർത്ഥത്തിൽ ജിഹാദിന്റെ ഭാഗം. അതല്ല ഭീകരവാദം. അത് ചെയ്യുന്നതും ഒരു ഭരണത്തിന്റെ കീഴിലായിരിക്കും. ജിഹാദ് ചെയ്യുന്നത് ഒരു ഭരണാധികാരിയുടെ കീഴിലായിരിക്കും. അതുകൊണ്ടാണല്ലോ 13 കൊല്ലം മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ജീവിച്ചിട്ട് അങ്ങേയറ്റത്തെ അക്രമ പ്രവർത്തനങ്ങൾ ശത്രുക്കൾ ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഭരണാധികാരിയായതിനു ശേഷമല്ലാതെ ജിഹാദ് ആരംഭിച്ചിട്ടില്ല. ഒരു ഭരണത്തിന് കീഴിലാണ് ജിഹാദ്. അതിനായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു അൽ-ഇമാമു ജന്നത്തുൻ യുഖാതലു മിൻ വറാഇഹി എന്ന് ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ചിലർ മനസ്സിലാക്കിയത് ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് മേശന്റെ ചുറ്റുഭാഗത്ത് ഇരുന്ന് ഒന്നായിട്ട് ചായ കുടിക്കുക, ചായ കുടിച്ച ഉടനെ മുസ്ലിം ഹിന്ദുവിന് ഒന്നങ്ങ് കൊടുക്കുക, അതിന്റെ പേരാ ജിഹാദ് എന്നാ ചിലർ മനസ്സിലാക്കിയത്. അങ്ങനെ ഒന്നായി കൂട്ടായി ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരനെ ആക്രമിക്കുന്നതിന്റെ പേരല്ല ജിഹാദ്. അതിന്റെ പേര് ഖത്ലി, ഫസാദ്, ഖത്ഉ തരീഖ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിന് ബഗ്യി, ഫസാദ്, ഇങ്ങനെ ഒരുപാട് പേര് അതിന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അത് ജിഹാദല്ല. ജിഹാദ് എന്താണെന്ന് വേറെ പഠിക്കണം, നിങ്ങൾ ഓർക്കണം. അപ്പൊ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഒരു നിരപരാധിയെ വധിച്ചാൽ ഔ ഫസാദിൻ ഫിൽ അർദ്, അത് ഇൻഷാ അല്ലാഹ് ഖുർആൻ ശേഷം വിശദീകരിക്കും. ആ ഫസാദ് എന്താണെന്ന് ഖുർആൻ വിശദീകരിക്കും, ഞാൻ വായിക്കും. ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന വിധം വല്ലവനും ഒരു നിരപരാധിയെ വധിച്ചാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, അവൻ സർവ്വ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ്. കാരണം അവൻ മനുഷ്യ ശത്രുവാണ്. ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഒരു മനുഷ്യനാണ് കൊന്നതെന്ന് പറഞ്ഞ കാര്യമില്ല. അവൻ മനുഷ്യ ശത്രുവാൻ, മനുഷ്യകുലത്തിന്റെ ശത്രുവാൻ. അവൻ സർവ്വ മനുഷ്യനെയും കൊന്നവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് മാനുഷികമായ മൂല്യം മുറുകെ പിടിച്ച് ജീവിക്കണമെന്നുണ്ടോ, ആര് മനുഷ്യകുലത്തിന്റെ സഹകാരിയും സ്നേഹിയുമാണോ, അവരെല്ലാം അവന് എതിരായ ചേരിയിൽ ഒരുപോലെ നിലകൊള്ളേണ്ടവരാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയാൻ കാരണം. ഇത് ഞാൻ എന്റെ വകയിൽ പറയാം, അതൊക്കെ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. ഏതെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിന്റെ ജീവൻ ഹാനികരമാകാതെ ആര് അതിനെ സജീവമാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുവോ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ആര് പ്രവർത്തിച്ചുവോ, ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ,
അവൻ സർവ്വ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചവനെ പോലെയാണ്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രതിനിധികളായ പ്രവാചകന്മാർ, ഞാൻ പറഞ്ഞില്ലേ ഭീകരവാദികൾ സക്കരിയ നബി അലൈഹിസ്സലാമിനെ വധിച്ചിട്ടുണ്ട്, യഹ്യാ നബി അലൈഹിസ്സലാമിനെ വധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാചകന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. വലഖദ് ജാഅതുഹും റുസുലുനാ ബിൽ ബയ്യിനാതി ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. സർവ്വ പ്രവാചകന്മാരും വ്യക്തമായി വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. വ്യക്തമായി വിഷയം പറയുന്ന തെളിവുകളുമായി അവർ വന്നിട്ടുണ്ട്. ثم إن كثيرا منهم, പക്ഷേ അക്രമകാരികളായ പലരും ആ ബനൂ ഇസ്രായേലിലും അതുപോലെയുള്ള കക്ഷികളിലുമുള്ള പലരും അവര് ഭൂമിയിൽ അതിരി വിട്ട് കടന്ന് പ്രവർത്തിച്ചവരാണ്. അങ്ങനെ ഭീകര പ്രവർത്തനം നടത്തുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രവാചകന്മാർ അതിന് ഉത്തരവാദികളല്ല. ഇസ്ലാം ഇവിടെ ലോകത്ത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച സർവ്വ പ്രവാചകന്മാരും ദീനുഹും വാഹിദ്, മുഴുവൻ പ്രവാചകന്മാരുടെയും ദീൻ ഒന്നാണ്. ആ ഇസ്ലാമിന്റെ ആശയം ഇവിടെ പ്രചരിപ്പിച്ച ഒരു പ്രവാചകനും ഈ ഭീകര പ്രവർത്തനവുമായി ബന്ധമില്ലെന്ന് മാത്രമല്ല, അതിനെതിരായി സംസാരിച്ചവരാണ്. പക്ഷേ പലരും ഇവിടെ അതിരി വിട്ട് കടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഓർക്കണം ചെറുപ്പക്കാരെ, വ്യഭിചാരം വലിയ തെറ്റാണ്, കളവ് നടത്തൽ തെറ്റാണ്, അതിന് പടച്ചവന്റെ അടുക്കൽ കടുത്ത ശിക്ഷയുണ്ടെന്ന് പറയുന്ന ഖുർആൻ ഈ ഭൂമിയിൽ തന്നെ ഇസ്ലാമിക ഭരണാധികാരികളോട് കൽപ്പിച്ചല്ലോ, കട്ടവന്റെ കൈമുറിക്കണമെന്ന്, വ്യഭിചരിച്ചവനെ അടിക്കണമെന്ന്, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലേണ്ടവനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്ന്, അതുപോലെ കള്ളു കുടിച്ചവനെ 40 അടി ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന്, ഇങ്ങനെ പല ശിക്ഷകളും ഇസ്ലാമിക ശരീഅത്ത് അത്തരം കക്ഷികൾക്ക് കൊടുക്കാൻ വിധിച്ചല്ലോ. എന്നാൽ ഭീകര പ്രവർത്തനം നടത്തുന്നവർക്ക് ഇസ്ലാമിക ശരീഅത്ത് വല്ല ശിക്ഷയും കൊടുക്കാൻ വിധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നാൽ അടുത്ത ആയത്തിൽ ഖുർആൻ പറയുകയാണ്, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഊന ഫിൽ അർളി ഫസാദൻ അൻ യുഖത്തലൂ ഔ യുസല്ലബൂ ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഔ യുൻഫൗ മിനൽ അർള്. സഹോദരന്മാർ മനസ്സിലാക്കണം, അല്ലാഹു പറയുകയാണ്, ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. ഭീകര പ്രവർത്തനം നടത്തിയാൽ ഉള്ള ശിക്ഷയെ സംബന്ധിച്ച് ഭൗതിക ലോകത്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതി വിധിക്കേണ്ട ശിക്ഷ പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് പാരത്രിക ലോകത്തും അവർക്ക് കടുത്ത ശിക്ഷയുണ്ടെന്നാണ്. ആർക്ക്? ഭീകര പ്രവർത്തനം നടത്തുന്നവർക്ക്. ഞാനിത് വെറുതെ പറയുകയല്ല, നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവും റസൂലും കൽപ്പിച്ചതൊഴിച്ചുകൊണ്ട്, അല്ലയും റസൂലും വിരോധിച്ചതെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കക്ഷികളുടെ പ്രതിഫലം വയസ്ഔന ഫിൽ അർളി ഫസാദൻ. അത് എന്റെ വകയിലുള്ള തഫ്സീറല്ല, നേരത്തെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞില്ലേ, ആർക്കാണ് ഇവിടെ ഖുർആനിന് സ്വന്തം വ്യാഖ്യാനം പറയാൻ അധികാരം? ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ തഫ്സീർ നോക്കിയാണ് ഞാൻ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഒരിക്കലും പെട്ടുപോകണ്ട. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഭീകര പ്രവർത്തനം ജിഹാദാണെന്ന് പറഞ്ഞ് ജിഹാദിന്റെ പ്രതിഫലമുണ്ട്, ബദരീങ്ങളെ പ്രതിഫലമുണ്ട്, ഉഹദീങ്ങളെ പ്രതിഫലമുണ്ട്, നമ്മുടെ ഭീകര പ്രവർത്തനത്തിന് പോയാൽ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ലാസ് എടുത്തു തരുന്ന മുറിമൊല്ലമാരുണ്ടെങ്കിൽ ആ മുറിമൊല്ലമാരുടെ ദുർവ്യാഖ്യാനം കേട്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, വയസ്ഔന ഫിൽ അർളി ഫസാദൻ, ഭൂമിയിൽ ഫസാദുമായി നടക്കുന്നവർ, നാശവുമായി നടക്കുന്നവർ. ഇത് പറയുമ്പോ ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ പറയും, അതൊക്കെ ഇസ്ലാമിന്റെ വിരോധികളായ ശത്രുക്കളായ അമുസ്ലിം സഹോദരന്മാരെ പറ്റി പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറയൂ. അതുകൊണ്ട് തന്നെ കേട്ടോളൂ, ഇമാം റാസി അതിൽ തഫ്സീർ പറയുന്നത്, യതനാവലു കുല്ല മൻ കാന മൗസൂഫൻ ബിഹാദിഹി സിഫതി സവാഉൻ കാന കാഫിറൻ ഔ മുസ്ലിമൻ. ഈ ഭീകര പ്രവർത്തനവുമായി പോകുന്നവൻ അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നിവിടെ നോട്ടമില്ല. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നാശം വിതക്കുന്ന പ്രവർത്തനവുമായി
ആളുകളെ വധിക്കുന്ന പ്രവർത്തനങ്ങളുമായി, ഭീകര പ്രവർത്തനങ്ങളുമായി പോകുന്ന എല്ലാവർക്കും ഈ പറഞ്ഞത് ബാധകമാണ്. എന്നാൽ അവരാരാണ്? അവർ ഭീകര പ്രവർത്തനത്തിന് സംഘടിക്കുന്നവരാണ്. അതും ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, കേട്ടോളൂ. അൽ മുഹാരിബൂന അൽ മദ്കൂറൂന ഫീ ഹാദിഹിൽ ആയതി ഹുമുൽ ഖൗമുൽ ലദീന യജ്തമിഊന വലഹും മനഅതും മിമ്മൻ അറാദഹും ബിസബബി അന്നഹും യഹ്മി ബഅ്ദുഹും ബഅ്ദാ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ പറയുന്ന കക്ഷികൾ സംഘടിക്കുന്ന ഒരു വിഭാഗമാണ്, സംഘടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. വലഹും മനഅതും മിമ്മൻ അറാദഹും ബിസബബി അന്നഹും യഹ്മി ബഅ്ദുഹും ബഅ്ദാ. അവരിൽപ്പെട്ട ഒരുത്തനെ ആരെങ്കിലും കൈവച്ചാൽ, ഒരുത്തനെ ആരെങ്കിലും വിമർശിച്ചാൽ, ആരെങ്കിലും ഒരുത്തനെ വല്ലതും ചെയ്താൽ എല്ലാവരും കൂടി മറ്റുള്ളവർ കൂടി സംഘടിച്ചവനെ എതിർക്കും. അങ്ങനെ സംഘടിച്ചുകൊണ്ട് ഫസാദ് ഉണ്ടാക്കുന്ന കക്ഷികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. അങ്ങനെ സംഘടിച്ചുകൊണ്ട് നിരപരാധികളെ കൊല്ലുന്ന, സംഘടിച്ചുകൊണ്ട് നാട്ടിൽ നാശമുണ്ടാക്കുന്ന കക്ഷികൾ, ആ കക്ഷികളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് പറയുന്നത് കണ്ടോ. ഇനി അവിടെയും തെറ്റിദ്ധരിക്കണ്ട. ഇബാറത്തിൽ ഇമാം റാസി വയഖ്സുദൂനൽ മുസ്ലിമീന ഫീ അർവാഹിഹിം വദിമാഇഹിം എന്ന് പറയുന്നുണ്ട്. അത് കാണിച്ചിട്ട് ഏതെങ്കിലും മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടുത്തെ മുസ്ലിമീൻ എന്നതുകൊണ്ട് ഉദ്ദേശം ആമായ മുസ്ലിമാണ്. അതായത് ഒരു ഭരണകൂടത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന കക്ഷികൾ, അവർ മുസ്ലിങ്ങളാകട്ടെ, മുസ്ലിം ഭരണത്തിന് കീഴിൽ സുരക്ഷിതമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അമാനത്ത് കൊടുത്തവരോ ദിമ്മത്ത് കൊടുത്തവരോ ആയ ഏത് കക്ഷികളാകട്ടെ, അവരൊക്കെയും അതിൽപ്പെടുന്നതാണ്. അവരുടെ ആത്മാവിലോ രക്തത്തിലോ ആര് അക്രമം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടോ അത്തരം കക്ഷികൾ, അവരെ പറ്റി തെറ്റിദ്ധരിച്ചു പോകണ്ട. അത് വേറെ ഏതെങ്കിലും ഒരു വഴിക്കിരുന്ന് കവർച്ചക്കാരായി ഒരു വഴിയിൽ ഇരുന്നാൽ മാത്രമേ അവർക്കത് ബാധകമാകൂ എന്നും തെറ്റിദ്ധരിക്കണ്ട. വത്തഫഖു അലാ അന്ന ഹാദിഹിൽ ഹാലത ഇദാ ഹസലത് ഫി الصحراء كانوا قطاع الطريق فأما لو حصلت في نفس البلدة فقال الشافعي رحمه الله أنه يكون أيضا ساعيا في الأرض بالفساد ويقام عليه هذا الحد. റാസി 2221 കാണാം. വഴിയാത്ര പോകുന്ന സമയത്ത് വഴിക്ക് തടഞ്ഞു വെച്ച് ജനങ്ങളെ വധിച്ച് സ്വത്തുക്കൾ അപഹരിക്കുന്ന കവർച്ചക്കാർക്ക് മാത്രം ബാധകമല്ല. നാട്ടിൽ തന്നെ ജനങ്ങളുടെ കൂടെ ഇടപഴകി ജീവിക്കുമ്പോൾ സംഘടിച്ചുകൊണ്ട് അതാ നിരപരാധികളെ വധിക്കുകയും നിരപരാധികളുടെ സ്വത്തുക്കൾ എടുക്കുകയും ചെയ്യുന്ന മുസ്ലിമോ അമുസ്ലിമോ ആയ ഏത് സംഘടനാ കക്ഷികൾക്കും ഇത് ബാധകമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറിൽ വിവരിക്കുകയാണ്. എന്താ പറയുന്നത്? അത്തരം കക്ഷികൾക്ക് ആഖിറത്തിൽ വലിയ ശിക്ഷയുണ്ടെന്നതിന് പുറമെ ആ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക്, ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് പാരത്രിക ലോകത്ത് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഇസ്ലാമിക കോടതി അവർക്ക് എന്ത് ശിക്ഷ വിധിക്കണം? ഖുർആൻ പറയുകയാണ്, അയ്യുഖത്തലൂ ഔ യുസല്ലബൂ ഔ തുഖത്തഅ അയ്ദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ്. അവരെ കൊല്ലപ്പെടുക, അവരെ കുരിശിൽ തറിക്കപ്പെടുക, അവരുടെ ഒരു കൈയും ഒരു കാലും വെട്ടിമാറ്റുക, ഔ യുൻഫൗ മിനൽ അർദ്, അല്ലെങ്കിൽ അവരെ നാടിൽ നിന്ന് തന്നെ അവരെ പൊക്കിപ്പോവുക. അതാ ഒന്നുകിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടോ നാട് കടത്തിക്കൊണ്ടോ, പല തഫ്സീറുകളുമുണ്ട്. അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് അവരെ കണ്ടെത്തണമെന്ന് എല്ലാവർക്കും വിവരം കൊടുത്തിട്ട് ഒരു നാട്ടിലും ഇറങ്ങാൻ പറ്റാത്ത നിലക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലോ അവരായിത്തീരണം എന്ന് വരെ ഖുർആൻ പറഞ്ഞിട്ട് പറയാണ്, ദാലിക ലഹും ഖിസ്യുൻ ഫിദ്ദുനിയ. നിരപരാധികളെ വധിക്കുന്ന, നിരപരാധികളെ ആക്രമിക്കുന്ന, നിരപരാധികളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്ന കക്ഷികൾക്ക് ഈ ഭൗതിക ലോകത്ത് നിസ്സാരതയുടെ ശിക്ഷയാണ്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അവർക്ക് ഭയങ്കരമായ ശിക്ഷ പാരത്രിക ലോകത്തും ഉണ്ടേ നബിയേ. ഇവിടുത്തെ ഈ ശിക്ഷ കൊണ്ട് മാത്രം നിർത്തുന്നില്ല, ഇവിടുത്തെ ഈ ശിക്ഷ കൊണ്ട് മാത്രം നിർത്തുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇവിടെയാണ് സഹോദരന്മാരെ, ഈ ആയത്താണ് നിങ്ങൾ ശാഫഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥം തുഹ്ഫ, ആ തുഹ്ഫ നിങ്ങൾ ബാബു ഖാതിഉ ത്വരീഖ് എന്ന അധ്യായം എടുത്തു നോക്കൂ. അതിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു എന്ന ആയത്താണ് അവരുടെ പേരിൽ ഈ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നതിന് തെളിവെന്ന് പറഞ്ഞുകൊണ്ട് ശാഫഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫയിൽ പറയുകയാണ്, ആരാണ് ഖാതിഉ ത്വരീഖ്? ഹുവ മുസ്ലിമുൻ മുകല്ലഫുൻ, മുസ്ലിമുൻ മുകല്ലഫുൻ ലാ മുഖ്തലിസൂന യതഅറദൂന ലി ആഖിരി ഖാഫിലത്തി യതമിദൂനൽ ഹർബ. സുബ്ഹാനല്ലാഹ്, അത് മുസ്ലിമീങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞത്, ആ മുസ്ലിങ്ങളെ പറ്റിയല്ല.
മുക്കല്ലഫായ മുസ്ലിമായ മനുഷ്യൻ തന്നെ അക്രമത്തിന് മുതിർന്നാൽ, നാട്ടിൽ നാശമുണ്ടാക്കിയാൽ ഇവിടെ ഇസ്ലാമിക കോടതി വിധിക്കേണ്ട ശിക്ഷയാണത്. ആഖിറത്തിൽ കഠിനമായ ശിക്ഷയുമാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, ഈമാനുള്ള ചെറുപ്പക്കാരെ, ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു എന്നറിയുന്നത് പണ്ഡിതന്മാർക്കാണ്. ഹദീസ് എന്ത് പഠിപ്പിക്കുന്നു എന്നറിയുന്നത് ഇമാമിങ്ങൾക്കാണ്. ആ ഇമാമുകളുടെ കിതാബുകളിൽ മഹാന്മാരായ ഇമാമുകൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ആ ഇമാമുകളുടെ കിതാബുകളിൽ വിവരിച്ചതനുസരിച്ചല്ലാതെ പരിശുദ്ധ ഖുർആനിന് ആര് വ്യാഖ്യാനം പറയുന്നുണ്ടോ, ആര് ഖുർആൻ വ്യാഖ്യാനിക്കുന്നുണ്ടോ, ആര് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്തു ധരിക്കുന്നുണ്ടോ, ആര് ചരിത്രം പറയുന്നുണ്ടോ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ അവഗണിച്ചുകൊണ്ട്, തള്ളിക്കൊണ്ട് സ്വയം ഖുർആനും ഹദീസും പറഞ്ഞ ആര് ക്ലാസ് എടുക്കുന്നുണ്ടോ, അവരുടെ ഒരു ക്ലാസും മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കരുത്. അത് മുസ്ലിം ഉമ്മത്തിന് നാശമാണ്, നാട്ടിന് നാശമാണ്, രാജ്യത്തിന് നാശമാണ്, സമാധാനം തകർക്കുന്ന ക്ലാസുകളാണ്. ഇത് മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഞാനിത് വെറുതെ പറയുകയല്ല. ഞാൻ ഈ അടുത്തൊരു ലേഖനം വായിച്ചു. സുബ്ഹാനല്ലാഹ്, മറ്റു വിഷയങ്ങളൊക്കെ നേരത്തെ നമ്മുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഇത് മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള ഒരു ഉത്ബോധനമാണ്. അതുകൊണ്ട് മറ്റുള്ള വിഷയത്തിലൊന്നും കടക്കുന്നില്ല. ഇവിടെ മുസ്ലിങ്ങളിൽ ഒരു നിലക്കും ഭീകരത ഉണ്ടാകാൻ പാടില്ല. കാരണം അതവർക്ക് മതപരമായി കടുത്ത തെറ്റാണ്. മറ്റു ചിലർക്ക് ഉണ്ടാകാൻ പാടില്ല, മറ്റു ചിലർക്ക് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നാട്ടിന് നാശമാണ്. ചിലർക്ക് ഇവിടെ ഭീകരവാദം ഉണ്ടായേ പറ്റൂ. അതിന് എങ്ങനെയുണ്ട് ഈ ഭീകരവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഒരു കൂട്ടരുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്തേക്കുക. ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ചർച്ചിനോ ഒരു പള്ളിക്കോ എന്തിനെങ്കിലും ഒരു അക്രമം ചെയ്തേക്കുക. എന്നാൽ ആ ചർച്ചിന്റെ അനുയായികൾ അല്ലെങ്കിൽ ആ പള്ളിയുടെ അനുയായികൾ കുറച്ചാളുകൾ വിവരമില്ലാത്തവർ ഭീകരവാദികളായി കിട്ടിയാൽ ഇവിടെ ഭീകരവാദികൾ നിലനിൽക്കുമല്ലോ. ചിലർക്കത് ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, അങ്ങനെ വികാരത്തിനടിമപ്പെട്ട് പ്രവർത്തിക്കേണ്ട സമുദായമല്ല നാം. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, വൈകുന്നേരം നന്നായിട്ട് കള്ളും കുടിച്ച് ഓവർലോഡായിട്ട് ഒരാൾ വന്ന് നമ്മളെ വീട്ടിന്റെ അടുത്ത് നമ്മളെ ചീത്ത പറഞ്ഞു, കുറേ ദിവസം ചീത്ത പറഞ്ഞു. ഇതെത്രയും കുറെയൊക്കെ അവനോട് പറഞ്ഞു നോക്കി. അന്നേരം പറഞ്ഞിട്ടൊരു കാര്യമില്ല, പിറ്റേന്ന് നേരം വെളുത്തിട്ടും പറഞ്ഞു നോക്കി. നിൽക്കുന്നില്ല. ഇനി ഇതിനെ നേരിടാൻ ഒറ്റ വഴിയുള്ളൂ. എന്താ? ഒരു ദിവസം കുറച്ച് എന്നിട്ട് വൈകുന്നേരം ഞാൻ പോയി പറയാ, ഇങ്ങനെ ഇസ്ലാമിലൊരു ദിഫായില്ല, അങ്ങനെ ഒരു പരിഹാരം ഇസ്ലാമിലില്ല. അതായത് ആ ചെയ്ത തിന്മക്ക് അതേ തിന്മ കൊണ്ട് തിരിച്ചടി, അങ്ങനെ ഇസ്ലാമിലില്ല. ഒരു കൂട്ടര്, ഒരു 4-5 ചെറുപ്പക്കാർ കൂടിയിട്ട് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. അപ്പൊ 4-5 കുട്ടികൾ, ഇതിന് പകരം വീട്ടിയേ പറ്റൂ, നമ്മൾ ചെറുപ്പക്കാരെ നോക്കി നിന്നാൻ പറ്റൂല, 5-6 നമ്മളും സംഘടിപ്പിക്കണം, നമുക്കും തട്ടിക്കൊണ്ടുപോകണം ഒരു പെൺകുട്ടീനെ, നമുക്കും ബലാത്സംഗം ചെയ്യണം. പറ്റൂല. നമുക്ക് നമ്മുടെ മതത്തിന്റെ നിയമം മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും പറ്റില്ല. അവിടെയാണ് നിങ്ങൾ. അപ്പൊ നമ്മൾ വ്യഭിചാരം കൊണ്ട് നേരിടാൻ പറ്റൂല, കള്ളുകൂടി കൊണ്ട് നേരിടാൻ പറ്റൂല, ഇതുപോലെ ഭീകരപ്രവർത്തനം കൊണ്ട് നേരിടാൻ പറ്റൂല. കാരണം ഭീകരപ്രവർത്തനം തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ഇസ്ലാമിൽ. ഇത് മുസ്ലിം ചെറുപ്പക്കാർ ഉൾക്കൊള്ളണം, മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഞാൻ ഒരു ലേഖനം വായിച്ചു. ആളെ പേരും സംഘടനയുടെ പേരും പറയലൊന്നും നമ്മുടെ ഉദ്ദേശമല്ല. ഇതൊരു നസീഹത്താണ്. പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം വളരെ ശാസ്ത്രീയമായി, വളരെ യുക്തിപരമായി, വളരെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്നാണ്. ആ പ്രബോധന പ്രവർത്തനമാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പേരെടുത്ത് ആക്ഷേപിക്കലോ ഏതെങ്കിലും സംഘടനകളുടെ പേരുകൾ പറഞ്ഞ് അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കലൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഭീകരനാകാൻ പാടില്ല, ഒരു കക്ഷിയും ഭീകരനാകാൻ പാടില്ല. പക്ഷെ മുസ്ലിം ചെറുപ്പക്കാർക്ക് അത് മതപരമായി തന്നെ തെറ്റാണ്, സാമൂഹ്യമായി തെറ്റാണെന്നതിന്റെ പുറമെ മതപരമായി തന്നെ തെറ്റാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ് ഇത്രയും സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളെ ലേഖനം കണ്ടില്ലേ? ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത്, അധികാര ദുർമോഹികൾ തങ്ങൾക്ക് തടസ്സമാകുന്നവരെ തീവ്രവാദികളാക്കുന്നത് ചരിത്രത്തിന്റെ തുടർച്ചയാണ്. ശരിയായിരിക്കാം, അങ്ങനെ അധികാര ദുർമോഹികൾ അവരുടെ ഇഷ്ടത്തിന് നിൽക്കാത്തവരെ തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. ഫലസ്തീനിൽ സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു പോയ അവിടെയുള്ള മുസ്ലിങ്ങൾ അവരുടെ രാജ്യം അവർക്ക് ലഭിക്കണമെന്ന് പറയുന്നത് തീവ്രവാദമായി കാണുന്ന ചിലരുണ്ടാകാം. നമ്മൾ അതിനോട് യോജിക്കില്ല.
അതേസമയം നിങ്ങൾ ഓർക്കണം, അമേരിക്കയിൽ ഒരു സെപ്റ്റംബർ 11 പ്ലെയിനുകൾ തട്ടിക്കൊണ്ടുപോയി പെന്റഗൺ തകർത്തു, അതുപോലെ ട്രേഡ് സെന്റർ തകർത്തു. ഞാൻ അന്ന് അമേരിക്കയിൽ ചെയ്ത് തെറ്റാണെന്ന് പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ദ്വായൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട്, ഉസ്താദേ, ഇതിനെതിരായിട്ട് നിങ്ങൾ മാത്രമേ പ്രസംഗിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അമേരിക്കക്ക് അങ്ങനെ കിട്ടണമെന്ന്. ഞാൻ ചോദിച്ചു, അവിടെ ഈ അമേരിക്കയിൽ കൊണ്ടുപോയി തകർത്തിട്ടുള്ള 4 പ്ലെയിനുകൾ, ആ പ്ലെയിനിലെ യാത്രക്കാർ എന്ത് തെറ്റ് ചെയ്തു? എന്തിന്റെ പേരിലാണ് ആ യാത്രക്കാരെ കൊന്നത്? ഒന്ന്. രണ്ടാമതായി, ട്രേഡ് സെന്ററിലെയും പെന്റഗണിലെയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്നെത്തിയിട്ടുള്ള സാധാരണക്കാരും അവരെന്ത് തെറ്റ് ചെയ്തു? അവരെ എന്തിന് വധിച്ചു? പരിശുദ്ധ ഖുർആൻ വ്യക്തമായി വിരോധിച്ചതല്ലേ? ഓ ജനങ്ങളെ, ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷികളാകണം, അല്ലാഹുവിന് വേണ്ടി നിന്ന് പോരുന്നവരാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വൈരാഗ്യം, വിദ്വേഷം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എഴുതിലൂ, നിങ്ങൾ നീതി മാത്രമേ പ്രവർത്തിക്കാവൂ. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് ഭക്തിയുമായി യോജിച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവൻ വിഷയങ്ങളും അല്ലാഹു നന്നായി അറിയുന്നവനാണ്. ചോദിക്കട്ടെ, നിരപരാധികളെ കൊന്നത് തെറ്റല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് ഓരോ ഭീകരവാദ പ്രവർത്തകന്മാരും ചെയ്യുന്ന ഓരോ സ്ഫോടനങ്ങളും തെറ്റല്ലേ സഹോദരന്മാരെ? അതേത് കക്ഷി ചെയ്താലും ശരി, ഇസ്ലാം മതത്തിന്റെ ആശയമാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ചെറിയ പിഞ്ചുകുട്ടിയെ ബോംബെറിഞ്ഞ് പ്രതിയായ മനുഷ്യൻ വിധി വരുന്നതിന് മുമ്പ് തന്നെ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു എന്നാണ് ഇന്നലെയും മിനിഞ്ഞാന്നും വാർത്തകളിൽ വായിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മതമുണ്ടോ ഭീകരവാദികൾക്ക്, ഭീകരപ്രവർത്തകന്മാർക്ക്? അവർക്കുണ്ടോ മതം? അതിനേതെങ്കിലും മതത്തെ പഴിക്കുന്നത് ശരിയല്ലല്ലോ. ഏതെങ്കിലും ഒരു കക്ഷി ഹൈന്ദവന്റെ പേരുള്ളവനോ, മുസ്ലിമിന്റെ പേരുള്ളവനോ, ക്രൈസ്തവന്റെ പേരുള്ളവനോ, എന്ത് പേരുള്ളവനാണെങ്കിലും ശരി, ആര് ഭീകര പ്രവർത്തനം നടത്തിയാലും, ആര് അനീതി ചെയ്താലും അനീതി അനീതിയാണ്, അക്രമം അക്രമമാണ്, ഭീകരത ഭീകരതയാണ് എന്ന് പറയാനുള്ള വിശാലമായ മനസ്സ്, ഞാൻ പറയട്ടെ, രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകണം, മത നേതാക്കൾക്കുണ്ടാകണം, സർവ്വ സാഹിത്യകാരന്മാർക്കും ഉണ്ടാകണം, സർവ്വ പത്രക്കാർക്കും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വിഭാഗം ഒരു പക്ഷേ അവർ അംഗസംഖ്യ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റ് സംഖ്യകളെ കൊണ്ടോ, അല്ലെങ്കിൽ പണം കൊണ്ടോ അവരൽപ്പം ശോഷിച്ചവരാണെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം, അവരുടെ പേരിൽ വരുന്നതെല്ലാം വലിയ തെറ്റുകളായി ഉയർത്തിപ്പിടിക്കുകയും അല്ലാത്തത് തീരെ ഒന്നുമല്ലാതെ കാണുകയും ചെയ്യുന്ന സാഹചര്യം അതിവിടെ ഭീകരത വളർത്താനേ ഉപകരിക്കൂ. ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടോ നിങ്ങൾ? ഖുർആൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഒരാളോടുമുള്ള ദ്വേഷം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതി മാത്രമേ പ്രവർത്തിക്കാവൂ, ഒരിക്കലും അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. വളരെ വേദനയോടെ പറയാണ്. എന്റെ ചെറുപ്പത്തിലൊന്നും കള്ളുടിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ട് എന്നുള്ളത് അങ്ങനെ കാണാറില്ല. എന്റെ നാട്ടിലൊന്നും ഒറ്റയുണ്ടായിരുന്നില്ല, ഇപ്പോഴോന്നും എനിക്കറിയില്ല. അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ അന്യന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ഏർപ്പാട് എന്റെ ചെറുപ്പക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തെല്ലാം പരിപാടി പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെ പിന്നാലെ ഇറങ്ങിപ്പോവുക. അതുപോലെ കള്ളുകൂടി ധാരാളമായി നടക്കുകയാണ്, കൊല നടക്കുകയാണ്. മുമ്പില്ലാത്ത പല തെറ്റുകളും ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എന്റെ ചെറുപ്പത്തിൽ മുസ്ലിം നേതാക്കൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ ഇപ്പോൾ എന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളെ പോലെ ഞാൻ ഇരുന്ന് കേൾക്കുന്ന ഒരു കാലമുണ്ട്. അന്ന് മുസ്ലിം നേതാക്കന്മാരെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട്. ഞങ്ങളുടെ സമുദായത്തിൽ ഒരൊറ്റ തീവ്രവാദിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും, ഞങ്ങളുടെ സമുദായത്തിന്റെ പേരിൽ നിന്ന് നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ സമുദായത്തിൽ കുമരനാരായണനുണ്ടോ ചോദിക്കുകയാണ്. ഞങ്ങളെ സമുദായത്തിൽ പ്രധാനമന്ത്രിയെ വെടിവെക്കുന്ന ആളുകളുണ്ടോ?
അന്നത്തെ കാലത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ നമുക്കും നാണക്കേട് തോന്നുകയാണ്. ഒന്നോ രണ്ടോ മുസ്ലിം പേരുകളെങ്കിലും വരുന്നല്ലോ പത്രത്തിൽ. അത് നാണക്കേട് തോന്നുകയാണ്. കാരണം പരിശുദ്ധ ഖുർആനിനെതിരായി, ഇസ്ലാമിനെതിരായി ശക്തിയായ നിലക്ക് ഖുർആനും ഹദീസും താക്കീത് ചെയ്ത പ്രവർത്തനങ്ങളിൽ മുസ്ലിമിന്റെ പേര് കാണുന്നു. അത് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്നു, വളരെ വേദനിപ്പിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കാൻ അത് കാരണമാകുന്നു. സുബ്ഹാനല്ലാഹ്, അതിന് ചില ആളുകൾ വളം വെച്ചു കൊടുക്കുന്നു. അതിലാണ് ഏറ്റവും വലിയ വേദന. അതാ ഞാനിപ്പോ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത് കേട്ടോളി. അധികാര ദുർമോഹികൾ തങ്ങൾക്ക് തടസ്സമാകുന്നവരെ തീവ്രവാദികളാക്കുന്നത് ചരിത്രത്തിന്റെ തുടർച്ചയാണ്. ഇത് പറഞ്ഞിട്ട് പറയാണ്, ഇരകൾ ഇത് തിരിച്ചറിയുകയാണ് വേണ്ടത്. മുസ്ലിങ്ങൾ ഖുർആനും ഹദീസും അവലംബമാക്കി നിലപാട് തീരുമാനിക്കുകയും ചെയ്യണം. ഖുർആനും ഹദീസും അവലംബമാക്കി നിലപാട് തീരുമാനിക്കണം എന്ന് ഇദ്ദേഹം പറയുമ്പോൾ, ആ ഖുർആനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും അവലംബമാക്കി എന്താണ് തീരുമാനം എന്ന് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഇവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതങ്ങിട്ട് വിട്ടിട്ട് ഓരോരുത്തരും ഖുർആൻ നോക്കി അവലംബം പറഞ്ഞാലോ? ഇവിടെ ആരെല്ലാം ഖുർആൻ നോക്കിയിട്ട് എന്തെല്ലാം പറഞ്ഞു? ഒരു ചങ്ങാതികൾ ഖുർആൻ നോക്കിയപ്പോ തീരെ നിസ്കരിക്കണ്ടെന്ന് അവർ കണ്ടു. തീരെ നിസ്കരിക്കണ്ട, നമ്മുടെ തരീഖത്ത് കൂടിയാ മതി, അങ്ങനെ ഒരു കൂട്ടം. വേറൊരാൾ ഖുർആൻ നോക്കിയപ്പോ ദുഹുറും മഗ്‌രിബും നിസ്കരിച്ചാ നരകത്തെ കാർക്കൂന്നാ മൂപ്പർക്ക് മനസ്സിലായത്. മൂപ്പരിപ്പോ കാണുന്നില്ല. അങ്ങനെ ഒരാൾ. വേറെ ഒരാൾ ഖുർആൻ നോക്കിയപ്പോ ക്രിസ്തു മതമാണ് നല്ലത് എന്നാണ് നമ്മുടെ ഫാദർ അലവി കണ്ടത്. അല്ലേ? ഇത് ഖുർആൻ കണ്ടതല്ല, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്താണ്. ഇങ്ങനത്തെ 100 ഉദാഹരണം പറയുന്നുണ്ട്. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ. അതുകൊണ്ട് പറയട്ടെ, ഖുർആൻ ഇവിടെ ആരും ദുർവ്യാഖ്യാനം ചെയ്യാൻ അനുവദിച്ചുകൂടാ. ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു, അതിവിടെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഓതിപ്പടിച്ച പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. ആ പണ്ഡിതന്മാരുടെ ഉത്ബോധനങ്ങൾ അനുസരിച്ച് മാത്രം രാജ്യത്തുള്ള ജനങ്ങൾ ജീവിച്ച ഒരു സുവർണാവസരം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നിവിടെ മുസ്ലിങ്ങളിൽ ഒരു തീവ്രവാദിയുടെ പേര് രംഗത്ത് വന്നിട്ടില്ല. അന്നിവിടെ മുസ്ലിങ്ങളുടെ പേര് ഇത്തരത്തിലുള്ള ഒരു ദുഷ്ചെയ്തികളിലും പേര് വന്നിട്ടില്ല. മറിച്ച് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികൾ വന്നു. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അങ്ങനെ പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നു മുതൽ പ്രത്യേകിച്ചും പറയട്ടെ, സെമിനാറുകളും അതുപോലെ ഉത്ബോധന പരിപാടികളും ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തന്നുകൊണ്ടാണ് ഇന്ന് പ്രതിജ്ഞയെടുപ്പിച്ചിട്ടുള്ളത്. പ്രവർത്തകന്മാരെ, ഇനി അങ്ങോട്ട് നമുക്ക് ആദർശപരമായി, ആശയപരമായി ഖുർആനും ഹദീസും അതനുസരിച്ച് ഇമാമിങ്ങൾ വിരിച്ച കിതാബുകളും മുറുകെ പിടിച്ച് നാം തീവ്രവാദത്തിനെതിരെ ധർമ്മസമരത്തിലാണ്. ഇത് നമ്മൾ ഓർക്കണം. നമ്മളെ തീവ്രവാദത്തിനെതിരെയുള്ള സമരം വേറൊരു തീവ്രവാദമല്ല. ആരെങ്കിലും തെറി പറയലല്ല, ചീത്ത പറയലല്ല, അതിന് പകരം ബോംബ് നിർമ്മിക്കലല്ല. ആശയം കൊണ്ട് നമുക്ക് തീവ്രവാദത്തെ നേരിടണം. നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം തന്നെ എഴുതാണ്, അക്രമികളെ പ്രതിരോധിക്കുന്നതിനെ തീവ്രവാദമോ ഭീകരവാദമോ ആയി ഇസ്ലാം കാണുന്നില്ല. കേട്ടുനോക്കിയാൽ നല്ലൊരാശയമല്ലേ? അക്രമികളെ പ്രതിരോധിക്കുക. എന്താ, ബദ്റുഹുദൊക്കെ യുദ്ധം നടന്നിട്ടില്ലേ? അക്രമികളെ പ്രതിരോധിക്കാനല്ലേ? പക്ഷെ അക്രമികളെ ഏതോ കക്ഷികൾ ഞങ്ങൾ പ്രതിരോധിക്കാനെന്ന് പറഞ്ഞ പ്രതിരോധിക്കലല്ല. ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ ഭരണാധികാരിയുടെ ആജ്ഞപ്രകാരമുള്ള പ്രതിരോധമാണ്. അതാ ബദ്റുഹുദൊക്കെ. അല്ലാതെ 4 ആൾ കമ്മിറ്റി ഉണ്ടാക്കി പ്രതിരോധമല്ല. ഇതോർക്കണം. ഇനിയോ അല്ലെങ്കിൽ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ ഖുലഫാഉ റാഷിദുകളുടെയോ ജീവിതത്തിൽ ഒരു ഭരണത്തിൻ കീഴിലല്ലാതെ, ഒരു ഭരണാധികാരിയുടെ ആജ്ഞപ്രകാരമല്ലാതെ, ഓ സഹോദരന്മാരെ, വല്ല യുദ്ധവും നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് വരട്ടെ. അങ്ങനെ ഭരണാധികാരിയുമായി ബന്ധപ്പെടാതെ, ഇസ്ലാമിന് ഭരണമില്ലാതെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടോ? ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലെ പൗരന്മാരെയും, രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന, കരാറിലേർപ്പെട്ട, അതുപോലെ മുസ്ലിങ്ങളുമായി സൗഹാർദ്ദത്തിന് ജീവിക്കുന്ന മുആഹദുകളും മുസ്തഅ്മനുകളും അതുപോലെ ദിമ്മികളുമായ
ഏതെല്ലാം വിധത്തിലുള്ള അമുസ്ലിങ്ങളുണ്ടോ, മുസ്ലിങ്ങളുടെ കൂടെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവർ, അവരുടെയും കൂടി സംരക്ഷണത്തിനാണ് ഇസ്ലാമിന്റെ യുദ്ധം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുഹ്ഫ എടുത്തു നോക്കൂ. അത്തരത്തിലുള്ള യുദ്ധം നടക്കുമ്പോൾ അമുസ്ലിമിനെയും നമ്മുടെ പട്ടാളത്തിൽ സൈന്യത്തിൽ ചേർക്കാമോ, ചേർത്തുകൂടെ എന്ന സ്ഥലത്ത് തുഹ്ഫയിൽ പറയുന്നത് അമുസ്ലിങ്ങളെയും വേണ്ടി വന്നാൽ അവരും ചേരാൻ, ഇങ്ങോട്ട് സ്വമേധയാ സൈന്യത്തിൽ ചേരാൻ വന്നാൽ മുസ്ലിം സൈന്യത്തിൽ അമുസ്ലിമിനെയും ചേർക്കാമെന്നാണ്. കാരണം വർഗീയതയില്ല. ഇത് നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് അക്രമികളെ പ്രതിരോധിക്കുന്നതിന് തീവ്രവാദമോ ഭീകരവാദമോ ഇസ്ലാം കാണുന്നില്ല. അക്രമികളെ പ്രതിരോധിക്കാൻ എന്ന നിലക്ക് ബോംബുകൾ നിർമ്മിച്ചും ആയുധങ്ങൾ കൈവശം വെച്ചും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്ഫോടനം നടത്തുന്ന ഏർപ്പാട്, അതാ ഭീകരവാദികളുടെ ഏർപ്പാട്. അതുപോലെ നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാട്, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അത് ഭീകരവാദമായി തന്നെ കാണുന്നു. ഇനി അതിനുശേഷം ഒരായത്ത് കൊടുത്തിട്ട് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, ആ ആയത്തിൽ പറയുന്ന ആശയം അദ്ദേഹം പറയുന്ന ആശയമല്ല. പറഞ്ഞു വരുന്നത് ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇവിടെ. എന്താണ് അതിൽ പറയുന്നത്? വാസ്തവത്തിൽ കേട്ടോളി, അദ്ദേഹം പറയുന്നത്, താൻ മർദ്ദിക്കപ്പെട്ടതിന് ശേഷം വല്ലവനും രക്ഷാ നടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരിൽ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവും ഇല്ല. ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരിൽ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ. അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളതും. വീക്കു 42-41 വീക്കു. എന്നാൽ ഇങ്ങനെ ഈ നിലക്കാണോ ഖുർആനിൽ അദ്ദേഹം ഉദ്ധരിച്ച ആ ആയത്ത് പഠിപ്പിക്കുന്ന ആശയം അദ്ദേഹം പറഞ്ഞ ഈ ആശയമാണോ? ഒരിക്കലുമല്ല. അവിടെ പറയുന്ന ആശയം ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റേതോ ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അക്രമപരമായി വല്ലവരും അവന് വല്ലതും പ്രവർത്തിച്ചാൽ അവന് നടപടി സ്വീകരിക്കാൻ കോടതിയെ സമീപിക്കാം, നിയമപാലകന്മാരെ സമീപിക്കാം. അവര് മുഖേന ആക്രമിക്കപ്പെട്ടവന് നടപടിക്ക് പകരം ചോദിക്കുകയും ചെയ്യാം. പക്ഷെ അവിടെ ഖുർആൻ വ്യക്തമായി പറയുന്ന ആശയം അദ്ദേഹം മൂടിവെക്കാണ്, ലേഖനത്തെ മൂടിവെക്കാണ്. എന്താ പറഞ്ഞത്? ആയത്തോതി നോക്കി വായിച്ചിട്ട് ഞാൻ ഉള്ളതുപോലെ അങ്ങോട്ട് വിശദീകരിച്ചു തരാം, കേട്ടോളൂ. فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون. നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിൽ ലഭിക്കുന്നതൊക്കെ അത് താൽക്കാലികമായ സുഖത്തിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വസ്തുക്കളാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ളതെന്നും നിലനിൽക്കുന്നതാണ്. അത് വിശ്വാസികൾക്കുള്ളതാണ്. പടച്ചവന്റെ മേൽ കാര്യം ഏൽപ്പിക്കുന്നവർക്കുള്ളതാണ്. അവർക്ക് പിന്നെയും പ്രത്യേകതകളുണ്ട്. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, അത്തരം കക്ഷികൾ വലിയ വലിയ തെറ്റുകൾ ഉപേക്ഷിക്കുന്നവരാണ്. അവര് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരല്ല, നിരപരാധികളെ കൊല്ലുന്നവരല്ല, വ്യഭിചാരം നടത്തുന്നവരല്ല, നിസ്കാരമൊഴിക്കുന്നവരല്ല, കളവ് നടത്തുന്നവരല്ല. അത്തരം വിഷയങ്ങളൊക്കെ കൈയൊഴിച്ച് കൃത്യമായി നല്ല നിലയ്ക്ക് ജീവിക്കുന്നവർ. വൽ ഫവാഹിഷ, വഷളായ തെറ്റുകളും പ്രവർത്തിക്കാത്തവർ. അവരെ കോപിപ്പിക്കുന്ന, അവരെ പ്രകോപനത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റാരെങ്കിലും ചെയ്തിട്ട് അവർക്ക് കോപം വന്നാൽ തന്നെ അവർ വിട്ടു കൊടുക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ്. ഇത് പറഞ്ഞിട്ട് പറയാണ്, വല്ലദീനസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമു സ്വലാഹ്, അവർ അല്ലാഹുവിന് തൗഹീദ് കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഉത്തരം ചെയ്തവരാണ്. വഅഖാമു സ്വലാഹ്, നിസ്കാരം ഉറക്കെ നിർവഹിക്കുന്നവരാണ്. വഅംറുഹും ശൂറാ ബൈനഹും, അവർക്കിടയിലുള്ള വിഷയങ്ങൾ പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നവരാണ്. ചോദിക്കട്ടെ, ഭീകര പ്രസ്ഥാനങ്ങളും ഭീകര സംഘടനകളും ഏത് രാജ്യത്ത് വളരുന്നുണ്ടെങ്കിലും ആ രാജ്യത്തുള്ള പണ്ഡിതന്മാരോട് പോലും, മുതിർന്ന പണ്ഡിതന്മാരോട് പോലും ഒരക്ഷരം ചോദിക്കാതെ, അവരോട് അനുവാദം വാങ്ങാതെയല്ലേ ഏത് ഭീകരന്മാരും സംഘടിക്കുന്നത്? അല്ല, ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പണ്ഡിത സംഘടനയോട് കൂടിയാലോചന നടത്തിയിട്ട് ഒരു പണ്ഡിത സംഘടനയുടെ ഫത്വ പ്രകാരമാണ് ഞങ്ങളെ സംഘടന രൂപീകരിച്ചതെന്ന് ഏതെങ്കിലും ഭീകര സംഘടനയ്ക്ക് പറയാനൊക്കുമോ?
വഅംറുഹും ശൂറാ ബൈനഹും, അവർക്കിടയിൽ കൂടിയാലോചിക്കേണ്ട കാര്യവിവരമുള്ള ആളുകളോട് കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരു കാര്യം ചെയ്യാൻ തന്നെ പാടുള്ളൂ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതുകൊണ്ട് ആ സഹോദരന്മാര് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് പണ്ഡിതന്മാര് കൂടിയാലോചിച്ചുണ്ടാക്കിയ സംഘടനയാണ്. അതിന്റെ കീഴിൽ പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അത് രൂപം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളുമായി കീഴ്ഘടകങ്ങളും പോഷകഘടകങ്ങളും ഒക്കെ ഇങ്ങനെ നീങ്ങുകയാണ്. അപ്പൊ ആ നിലക്ക് പണ്ഡിതന്മാരോട് പോലും കൂടിയാലോചന നടത്താതെ ഏതോ കക്ഷികൾ എന്തോ ഉണ്ടാക്കിയിട്ട് അതാണ് ദീനെന്ന് പറഞ്ഞാൽ അത് ദീനാവൂല. ഇനിയും കേട്ടോ, അല്ലദീന ഇദാ അസാബഹുൽ ബഗ്യു ഹും യന്തസിറൂൻ, അവർക്ക് വല്ല അക്രമവും നേരിടേണ്ടി വന്നാൽ ഹും യന്തസിറൂൻ, അവിടെ നിങ്ങൾക്ക് കാണാം ജലാലൈനിൽ സിൻഫുൻ ഐ യന്തഖിമൂന മിമ്മൻ ളലമഹും ബിമിസ്ലി ളുൽമിഹി കമാ ഖാല തആല വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ. അക്രമം ആരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായാൽ ആ കക്ഷികൾക്ക് അതാ അവർ നടപടി സ്വീകരിക്കുന്നു. ആർക്കെതിരെ? അക്രമം നടത്തിയവർക്കെതിരെ ആക്രമിക്കപ്പെട്ടവർ നടപടിക്കൊരുങ്ങുന്നു. പക്ഷേ അവർക്ക് നടക്കുന്ന നടപടി എങ്ങനെയാണ്? വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, ഇങ്ങോട്ടെന്താണോ ചെയ്തത് അതേ അങ്ങോട്ടും ചെയ്യാവൂ. ഇങ്ങോട്ട് എടാന്ന് വിളിച്ചാൽ കൂടി വന്നാൽ എടാന്നേ വിളിക്കാവൂ, അതിന്റെ അപ്പുറം മറ്റൊന്ന് വിളിക്കരുത്. ഇങ്ങോട്ടൊരാൾ കൽബിന്റെ മോനെ എന്ന് വിളിച്ചാൽ കൽബിന്റെ മോന്റെ മോനെ എന്ന് പറയരുത്. സുബ്ഹാനല്ലാഹ്, ഓർക്കണം. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ, അങ്ങനെ ഒരു തെറ്റുകൊണ്ടൊരാൾ ആക്രമിച്ചാൽ അവൻ അങ്ങോട്ട് അത്ര മാത്രമേ അങ്ങോട്ട് ചെയ്യാവൂ. അത് തന്നെയും ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്വയം അങ്ങ് ചെയ്യലല്ല, മറിച്ച് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും, ഭരണാധികാരികൾക്ക് ഭരണത്തിന് കീഴ്പ്പെട്ട് ആ ഭരണത്തിന് കീഴിലുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് തെളിയിക്കപ്പെട്ടതിന് ശേഷമേ പറ്റൂ. അല്ലെങ്കിൽ ഓരോരുത്തരും കട്ടവന്റെ കൈമുറിക്കാൻ കത്തിയുമെടുത്തിറങ്ങിയാൽ, ഓരോരുത്തരും പകരം കൊല്ലാൻ കത്തിയുമെടുത്തിറങ്ങിയാൽ, ഓരോരുത്തരും തല്ലിന് പകരം തല്ലാൻ ഇറങ്ങിയാൽ ലോകത്തെപ്പോഴാ സമാധാനം കൈവരിക? അപ്പോഴൊരു ഭരണത്തിന് കീഴിൽ വ്യവസ്ഥാപിതമായി മാത്രമേ അത് നടപ്പാക്കാൻ പാടുള്ളൂ. അത് നടപ്പാക്കാൻ തന്നെ പറ്റുകയാണെങ്കിൽ ചെയ്തതിന് പകരം അത്ര മാത്രമേ പറ്റൂ, അതിനപ്പുറം പറ്റില്ല. ചെയ്തവനെ മാത്രമേ പറ്റൂ, ചെയ്യാത്തവനെ പറ്റില്ല. ഒരു സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വധിച്ചാൽ ആ സമുദായത്തിലെ ഒരു നിരപരാധിയെ വധിക്കാൻ പറ്റില്ല. ഒരു പാർട്ടിയിൽപ്പെട്ടവൻ കൊന്നാൽ പകരം ആ പാർട്ടിയിൽപ്പെട്ടവനെ കൊല്ലാൻ പറ്റൂല. ഇതുകൊണ്ടാ സഹോദരന്മാര്, നമ്മുടെ പണ്ഡിത സംഘടന, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SYS, SSF തുടങ്ങിയ സംഘടനകൾ, ഞങ്ങളുടെ പ്രവർത്തകന്മാർ, ഞങ്ങളുടെ നേതാക്കൾ, 4-5 പ്രവർത്തകന്മാർ ദാരുണമായി ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് പകരം ആ കൊന്ന കക്ഷികളുടെ സംഘടന ഏതാണെന്ന് നോക്കിയിട്ട് ആ സംഘടനയിലെ ഒരൊറ്റ മനുഷ്യനെയും ഒരു ചെറിയ ബ്ലേഡ് കൊണ്ടുപോലും ഒന്ന് വാർന്നു നോക്കാൻ SYS-കാരൻ തുനിഞ്ഞില്ല, SSF-കാരൻ തുനിഞ്ഞില്ല. കാരണം ഞങ്ങൾ മതവിശ്വാസികളാണ്, ഞങ്ങളൊരു ആദർശത്തിന്റെ വക്താക്കളാണ്. ഞങ്ങളെ നേതാക്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഖുർആനിന്റെ ആശയമാണ്. ഖുർആൻ ഇനി പറയുന്നത് കേട്ടോ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത ആ വ്യക്തി എഴുതിയതിന്റെ ബാക്കിയും കൂടി കേട്ടോ. ഖുർആൻ എന്താ പറയുന്നത്? വളരെ വ്യക്തമായി പറയുന്നത്, ഫമൻ അഫാ, വല്ലവനും ഇങ്ങോട്ട് അക്രമം ചെയ്തവന് വിട്ടുവീഴ്ച ചെയ്താൽ, വഅസ്ലഹ എന്നതിന് ജലാലിനി തഫ്സീർ, വഅസ്ലഹൽ ബുദ്ദ ബൈനഹു വബൈനൽ മാഫൂവി അൻഹു, വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടവന്റെയും അവന്റെയും ഇടയിൽ സൗഹാർദ്ദം നന്നാക്കി ജീവിക്കുകയും ചെയ്താൽ, ആക്രമിച്ചവനോട് സൗഹാർദ്ദം കാണിച്ച് ജീവിക്കുകയും ചെയ്താൽ, ഫഅജ്റുഹു അലല്ലാഹ്, അങ്ങനെ സൗഹാർദ്ദത്തിനൊരുങ്ങിയവന് പടച്ചവന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അല്ലാഹു ഒരിക്കലും അക്രമം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനല്ല. വലമൻ ഇൻതസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ, ഇങ്ങോട്ട് അക്രമം ചെയ്തതിന് അതേപോലെ പകരം അക്രമം ചെയ്യണമെന്ന് അവൻ കേസ് പറഞ്ഞ് അത് തെളിയിക്കപ്പെട്ടതിന് ശേഷം അതേ രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കാൻ
നടപടിക്ക് ചെന്നവൻ കുറ്റക്കാരനല്ല, അവന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല. എന്നിട്ട് അത് പറഞ്ഞിട്ട് ഖുർആൻ പറയുകയാണ്, ഫൗലൈക മാ അലൈഹിം മിൻ സബീൽ, അവർക്കെതിരെ നടപടി എടുക്കുന്നത് ശരിയല്ല. തെറ്റ് ചെയ്തവൻ ആ ചെയ്ത തെറ്റിന് പകരം അതേപോലെ മാത്രം അങ്ങോട്ട് ചെയ്യാൻ നടപടിക്കൊരുങ്ങിയിട്ട് അത് ചെയ്യേണ്ട മാർഗത്തിലൂടെ നിയമപരമായി ചെയ്താൽ അതിന്റെ പേരിൽ ഒരു നടപടി പിന്നെ പാടില്ല. ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم. ജനങ്ങളെ ആക്രമിക്കുന്ന കക്ഷികൾ, ഭൂമിയിൽ അവകാശമില്ലാതെ പ്രവർത്തനം നടത്തുന്നവർ. ഞാൻ ചോദിക്കട്ടെ, ഭീകരവാദികൾക്ക് ഇവിടെയുള്ള തെറ്റുകാരെ ശിക്ഷിക്കാൻ എന്തവകാശമാണ്? ഭരണകൂടത്തിന് അവകാശമുണ്ട്, ഭരണാധികാരികൾക്ക് അവകാശമുണ്ട്. അതേസമയത്ത് സംഘടനകൾക്ക് അതുപോലെ ഭീകരവാദികൾക്ക് എന്തവകാശമാണ്? പകരം ശിക്ഷ ചെയ്യാൻ എന്തവകാശമാണ്? അവകാശമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് സർവ്വ ഭീകരവാദികളും. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് നബിയേ. ഇത് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു പറയാണ്, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ആരെന്ത് തെറ്റ് ചെയ്താലും അപ്പോഴൊക്കെ ക്ഷമിക്കുകയും അതുപോലെ പൊറുക്കുകയും ചെയ്യുന്ന കക്ഷികൾ അവര് ഏറ്റവും നല്ല ശറഇൽ ഏറ്റവും നല്ല തീരുമാനം കൈക്കൊണ്ടവരും അത് സ്വീകരിച്ചവരുമത്രേ. അപ്പോൾ ആര് തെറ്റ് ചെയ്താലും തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടണമെന്ന് പറയുന്ന ആശയം ഇസ്ലാമല്ല, ഭീകരവാദം ഇസ്ലാമല്ല. ഇത് എന്റെ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയട്ടെ, അതേ ലേഖകൻ തന്നെ പിന്നീട് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വീണ്ടും എഴുതുകയാണ്, അക്രമത്തെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങാത്തവരെ ഇസ്ലാം ശക്തിയായി താക്കീത് ചെയ്യുന്നുണ്ട്. എന്താ അയാൾ എഴുതിയത്? അക്രമത്തെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങാത്തവരെ ഇസ്ലാം ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അക്രമം നടക്കുമ്പോ നമ്മളെല്ലാവരും രംഗത്തിറങ്ങുക പ്രതിരോധിക്കാൻ. ഓ മനുഷ്യ, അല്ലാഹുവിന്റെ ഖുർആൻ എന്തിനിങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യണം? നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ രംഗത്തിറങ്ങുകയല്ല ചെയ്യേണ്ടത്. അത് രംഗത്തിറങ്ങാൻ ഇവിടെ നിശ്ചയിക്കപ്പെട്ട നിയമപരമായി ഏത് കക്ഷികളുണ്ടോ അവരാണ് അതിന് രംഗത്തിറങ്ങേണ്ടത്. നിയമപാലകന്മാരിറങ്ങണം, കോടതി ഇറങ്ങണം, അതിന്റെ ഭരണകർത്താക്കൾ ഇറങ്ങണം. അവരിറങ്ങാൻ സമാധാനപരമായ അന്തരീക്ഷത്തിൽ അവർക്ക് പ്രചോദനം നൽകാൻ ആവശ്യമായ സമരമുറകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. അതല്ലാതെ നിയമം ലംഘിച്ചുകൊണ്ട് രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുന്ന വിധത്തിൽ ഓരോരുത്തരും ഇവിടെ രംഗത്തിറങ്ങുക എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമല്ല. ഇനി ഞാൻ പറയട്ടെ, എന്നിട്ട് അദ്ദേഹം മറ്റൊരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യാണ്. കപട വിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത നീ അവരെ അറിയിക്കുക. സത്യവിശ്വാസികളെ വിട്ട് സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കാവുന്നവരാകുന്നു അവർ. അവരുടെ സത്യനിഷേധികളുടെ അടുക്കൽ പ്രതാപം തേടിപ്പോകുകയാണോ അവർ? എന്നാൽ തീർച്ചയായും പ്രതാപം മുഴുവൻ അല്ലാഹുവിന്റെ അധീനത്തിലാകുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീന അയബ്തഗൂന ഇൻദഹുൽ ഇസ്സത ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീആ. ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആനിനെ നിസ്സാരപ്പെടുത്തിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിപ്പറഞ്ഞും ഇസ്ലാമിന്റെ വിരോധികളുടെ കൂടെ പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്ന മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞതാണ് ഈ ആയത്തെന്ന് ഇമാം റാസി ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. അത്തരത്തിലുള്ള മുനാഫിക്കുകൾ അതാ ഇസ്ലാമിന്റെ വിരോധികളുടെ കൂടെ ചേർന്നിട്ട് അഭിമാനം ലഭിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമേ ഇസ്സത്ത് ലഭിക്കൂ എന്നാണ് പറഞ്ഞത്. അല്ലാതെ സഹോദരന്മാരെ, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാരോട് നമുക്ക് അതാ സൗഹാർദ്ദത്തിൽ നീങ്ങിക്കൂടുന്നോ, അവരെ മിത്രങ്ങളാക്കിക്കൂടുന്നോ? ഈ ആയത്തിനർത്ഥമില്ല. അത് മറ്റൊരായത്തിൽ അല്ലാഹു വിശദമായി ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് ഇങ്ങോട്ട് പോരാട്ടത്തിന് വരാത്ത, മതപരമായ വിഷയത്തിൽ നിങ്ങളോട് പോരാടാൻ വരാത്ത, നിങ്ങളെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും നിങ്ങളെ അടിച്ചു പുറത്താക്കാൻ തുനിയാത്ത
അമുസ്ലിം സഹോദരന്മാർ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവരോട് നിങ്ങൾ നീതി പുലർത്തുക. അത് അല്ലാഹ് നിങ്ങൾക്ക് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹ് നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വളാഹറു അലാ ഇഖ്റാജികും അൻ തവല്ലൗഹും വമൻ യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങളെ ഇസ്ലാം ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരും നിങ്ങളെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കുന്നവരും നിങ്ങളെ പുറത്താക്കാൻ സഹായിക്കുന്നവരും അത്തരക്കാരുമായി നിങ്ങൾ മിത്രങ്ങളാകണ്ട എന്നേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത അമുസ്ലിങ്ങൾക്ക് ഇത് ബാധകമല്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞ ആയത്ത് ഖുർആനിൽ പച്ചയായി ഉണ്ടായിരിക്കെ ആ ആയത്ത് മൂടി വെച്ചിട്ട് അതാ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളുമായി നമ്മൾ മിത്രങ്ങളായി പോയാൽ അത് മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ ലേഖകൻ പരിശ്രമിച്ചിട്ടുള്ളത്. ഇതും ഞാൻ പറയട്ടെ, ബിരുദമുള്ളത് കൊണ്ട് മാത്രം പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കാര്യം ശരിയാണെന്ന് മുസ്ലിം ചെറുപ്പക്കാര് തെറ്റിദ്ധരിക്കരുത്. ബിരുദം പലരുടെ പേരിന്റെ കൂടെയും കാണാം. അതുകൊണ്ട് മാത്രം ഒരാൾ പറയുന്നത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഖുർആനിനും ഹദീസിനും ശരിയായ വ്യാഖ്യാനം മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അംഗീകരിച്ച് ജീവിച്ച് മരിക്കണമെന്ന് സർവ്വ സഹോദരന്മാരോടും ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ ഒരു നേതാവും ഒരു പണ്ഡിതനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ആ മഹാനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ലൈസ മിന്നാ, ഞങ്ങളിൽ പെട്ടവനല്ല, ഞങ്ങളിൽ പെട്ടവരല്ല. മൻ ദആ ഇലാ അസബിയ്യത്തിൻ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ ഞങ്ങളിൽ പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യത്തിൻ, വർഗീയത അനുസരിച്ച് അതാ പോരാട്ടം നടത്തുന്നവർ ഞങ്ങളിൽ പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ, വർഗീയതയുമായി മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. സഹോദരന്മാരെ, എന്താണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് നബിയേ? ഉടനെയുള്ള മറുപടി ത്വീബുൽ കലാം വ ഇത്ആമുത് തആം, നല്ല സംസാരമാണ് ഇസ്ലാം, ആഹാരം നൽകലാണ് ഇസ്ലാം. നല്ല സംസാരമാണ് ഇസ്ലാം, ആഹാരം നൽകലാണ് ഇസ്ലാം. തീവ്രവാദ പ്രസംഗങ്ങൾ, തീവ്രത തുപ്പുന്ന വാചകങ്ങൾ, അത് പുസ്തകങ്ങളിലാകട്ടെ, പത്രങ്ങളിലാകട്ടെ, മാസികകളിലാകട്ടെ, ലേഖനങ്ങളിലാകട്ടെ, സ്റ്റേജുകളിലാകട്ടെ, തീവ്രത തുപ്പുന്ന സംസാരം ഇസ്ലാമല്ല. ത്വീബുൽ കലാം, നല്ല സംസാരം, വ ഇത്ആമുത് തആം, ആഹാരം നൽകൽ ഇസ്ലാം. ഇനിയും നിങ്ങൾ കണ്ടോ, അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്തോ നിനക്ക് മുഅ്മിനാകാം. മറ്റൊരു റിപ്പോർട്ടിൽ അതേ അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക. ചോദിക്കട്ടെ, നീ ഒരു അങ്ങാടിയിൽ ചെന്ന സമയത്ത് നീ കൂട്ടം കൂടി നിൽക്കുമ്പോ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരു സ്ഫോടനവും നീ മുസ്ലിം ആണെങ്കിൽ ഇഷ്ടപ്പെടാൻ പാടില്ല. കാരണം നിരപരാധികൾ തിങ്ങിക്കൂടുന്ന സദസ്സുകളിൽ, വേദികളിൽ സ്ഫോടനം നടത്തുന്നവരില്ലേ, നീ അവിടെ ഉണ്ടെങ്കിൽ നീ അത് ഇഷ്ടപ്പെടുമോ? നീ കയറിയ പ്ലെയിനിൽ സ്ഫോടനം നീ ഇഷ്ടപ്പെടുമോ? നീ കയറിയ ട്രെയിനിൽ നീ സ്ഫോടനം ഇഷ്ടപ്പെടുമോ? നീ നിൽക്കുന്ന വേദിയിൽ നീ സ്ഫോടനം ഇഷ്ടപ്പെടുമോ? നീ മുസ്ലിമാണോ? നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ യദിഹി, ഏതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്നാണോ, ഏതൊരു മനുഷ്യന്റെ നാവിൽ നിന്നാണോ ആളുകൾ ജനങ്ങൾ രക്ഷപ്പെടുന്നത്, അവനാണ് മുസ്ലിം, അവനാണ് മുസ്ലിം. ഇനിയും കേട്ടോ, അൽ മുഅ്മിനു മൻ അമിനഹുൻ നാസ്, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഏത് ജനങ്ങളും അവനെ നിർഭയനായിരിക്കുന്നു. അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവൂല, അവനൊരു ശല്യം ചെയ്യൂല, അവനൊരു ബോംബ് നിർമ്മിക്കൂല, അവനൊരു സ്ഫോടനം നടത്തൂല എന്ന്
മനുഷ്യന്റെ മനസ്സിൽ നിർഭയത്വം ഉണ്ടാക്കുമ്പോഴാണ് നീ ഒരു സത്യവിശ്വാസിയാകുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സഹോദരന്മാരെ, നിങ്ങൾ ബുഖാരി ഒന്ന് മറിച്ചു നോക്കൂ. ബാബു ഖബൂലുൽ ഹദിയ്യത്തി മിനൽ മുശ്രിക്കീൻ. ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഹദിയ സ്വീകരിക്കുന്ന അധ്യായം. ആ അധ്യായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുദൈവ വിശ്വാസികളിൽ ഹദിയ സ്വീകരിച്ചത്. അതിന്റെ നേരെ ചോടെ ബാബുൽ ഹദിയ്യത്തിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് അങ്ങോട്ട് ഹദിയ കൊടുക്കുന്ന അധ്യായം ബുഖാരിയിൽ. ഇനിയും ഒന്നും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഒരു യഹൂദിയുടെ, ആരാ യഹൂദികൾ എന്ന് ഞാൻ പറയണോ? അല്ലാഹുവിന്റെ റസൂലിന് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കൊടുത്തവർ. ആ വിഷം ഉള്ള ഭക്ഷണം അവിടുന്ന് തൊള്ളയിലിട്ടപ്പോ മൊയ്ജിദത്ത് കൊണ്ട് പറഞ്ഞു ഇതിൽ വിഷമുണ്ടെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. എന്നിട്ടും വിഷം ചേർത്ത പെണ്ണിനെ വധിക്കാൻ അനുയായികൾ ചോദിച്ചപ്പോ വേണ്ട, അവളെ വധിക്കേണ്ടതില്ലെന്ന് മറുപടി പറഞ്ഞ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ അല്ലാഹുവിന്റെ റസൂലിന്റെ പടയെങ്കി അതാ വഫാത്താകുന്ന സമയത്ത് ഒരു യഹൂദിയുടെ അടുക്കൽ പണയത്തിലാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സൗഹാർദ്ദം, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മൈത്രി, അതിനാർക്കാർ ഇവിടെ സമാനമായി മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? അതുകൊണ്ട് മുസ്ലിങ്ങളെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും അനുഗ്രഹം മാത്രമായി നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിമേ, ആ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, ആ റസൂലുള്ള ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമേ, ആ കാരുണ്യത്തിന്റെ പ്രവാചകനെ തീവ്രവാദിയുടെ നേതാവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്ന സംഘടനകളിലോ പ്രവർത്തനങ്ങളിലോ ഈമാനുണ്ടെങ്കിൽ അടുത്തു പോകരുത് കേട്ടോ. ഇത് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്നവർ സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും മതമൈത്രിക്കും അതുപോലെ ഇവിടെ സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് പണ്ഡിത സംഘടനയുടെ ഉത്ബോധനം മുസ്ലിം ഉമ്മത്ത് ചെവിക്കൊള്ളണമെന്നും മുസ്ലിം ഉമ്മത്തിന്റെ ആശയം എന്താണ് അതിന്റെ പ്രമാണങ്ങളിലൂടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ വിവരിച്ചത്, മുസ്ലിം പണ്ഡിതന്മാർ വിവരിക്കുന്നത് മറ്റുള്ള കക്ഷികളും മനസ്സിലാക്കണമെന്നും മുസ്ലിം പണ്ഡിതന്മാർ ഇതുപോലെ ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്നത് പോലെ മറ്റുള്ള മതത്തിലെ പണ്ഡിതന്മാരും രംഗത്ത് വന്ന് അവരുടെ മതത്തിലുള്ള കക്ഷികൾ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവരുടെ മതത്തിലെ മഹർഷിമാരും നേതാക്കന്മാരും സ്വാമിമാരും അതുപോലെ പുരോഹിതന്മാരും ഒക്കെ അവരും ഇതുപോലെ രംഗത്ത് വന്ന് അവരവരുടെ സമുദായത്തിന് ഉത്ബോധനം നടത്തി പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പകരം ഏതെങ്കിലും കക്ഷികളെ പിടിച്ച് വിധി പറയുന്നതിന് പകരം നമ്മൾ സമൂഹത്തെ സംസ്കരിക്കാൻ സർവമതത്തിലെയും പണ്ഡിതന്മാർ കൂട്ടായ പരിശ്രമങ്ങൾ നടത്തിയാൽ ഒരളവോളം നമ്മുടെ രാജ്യം രക്ഷിക്കാൻ കഴിയുമെന്നും സാന്ദർഭികമായി ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.